നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 20-21 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കുക. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും 20-21 തീയതികൾ, അതായത് 2 ദിവസം കഴിയുമ്പോൾ ഇത്തരത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൊടും ചൂടാണ് പലയിടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പലർക്കും തൊലിയിൽ അതിൻ്റെ സൂര്യാഘാതമൊക്കെ ഏൽക്കുകയും തൊലി അടരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് വലിയ ജാഗ്രത തന്നെ നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കരുത്. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. ഇനി നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. ORS, ലൈനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വനവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം. അംഗനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. കിടപ്പു രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അവർക്ക് ചൂട് ഏൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകുക. അതുപോലെ ആവശ്യമെങ്കിൽ യാത്രയ്ക്കിടെ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദം നൽകുക. മാധ്യമ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയാൻ സഹായിക്കണം. പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം, തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തണം. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെ കഴിവതും സമ്മേളനങ്ങൾ ഒഴിവാക്കണം. യാത്രയിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതാകും നല്ലത്. വെള്ളം കയ്യിൽ കരുതണം. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ അങ്ങനെയുള്ളവരൊക്കെ ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തണം. അതേസമയം ഈ വർഷത്തെ മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം പുറത്തു വന്നിരുന്നു. കേരളത്തെ കാര്യമായി ഇത് ബാധിക്കില്ല എന്നാണ് വിവിധ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്നാണ് രാജ്യത്തെ തന്നെ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റിന്റെ വിലയിരുത്തൽ. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലും കർണാടകത്തിലും കാലവർഷത്തിന്റെ ആദ്യഘട്ടം മോശമാകില്ല. കേരളത്തിലെ തീരദേശ ജില്ലകളിലും മഴയുടെ അളവ് കുറയുകയില്ലെന്ന് സ്കൈമെറ്റ് വ്യക്തമാക്കി. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം വെതർ ഫോർകാസ്റ്റിന്റെ നിലവിൽ ലഭ്യമായ പ്രവചന മാതൃക പ്രകാരവും സംസ്ഥാനത്തെ പല തീരദേശ ജില്ലകളിലും പതിവുപോലെ ശക്തമായ കാലവർഷം പെയ്തിറങ്ങും. എന്നാൽ മുംബൈയിൽ ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ മഴയുടെ അളവ് കുറയാനും വിതരണക്രമം താളം തെറ്റാനും സാധ്യതയുണ്ട്. പസഫിക് സമുദ്ര താപനിലയുമായി ബന്ധപ്പെട്ട എൽനിനോ പ്രതിഭാസം ഓഗസ്റ്റ് മാസത്തോടെ സാന്നിധ്യം അറിയിച്ചേക്കാമെന്ന് IMD മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. മാസത്തിൽ ഒരിക്കലെത്തുന്ന ആഗോള മഴപ്പാത്തി അനുകൂലമായാലും മഴ കോരിച്ചെരിയും. ഇത് കേരളത്തിന് മുകളിലൂടെ മൺസൂൺ കാലത്ത് കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2015 ശേഷം ഇതാദ്യമാണ് കാലാവസ്ഥാ വിഭാഗം മൺസൂൺ തോത് കുറയുമെന്ന് പ്രവചനം നടത്തിയിരിക്കുന്നത്. 1960 ശേഷം 16 തവണ എൽനിനോ പ്രത്യക്ഷമായതിൽ 9 തവണ രാജ്യം കടുത്ത വരൾച്ച നേരിട്ടു. 2002, 2009, 2015 എന്നീ വർഷങ്ങളായിരുന്നു ഇത് ഏറ്റവും രൂക്ഷം. യുദ്ധ സാഹചര്യം കാരണം രാസവളങ്ങളുടെ വരവ് കുറഞ്ഞതിനൊപ്പം മഴ കുറഞ്ഞു വരൾച്ചാ സാഹചര്യം സംജാതമായി. ഇത് രാജ്യത്തിന്റെ കാർഷിക സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാണ് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്.
എന്തായാലും രാജ്യത്താകെ ഇത്തവണത്തെ കാലവർഷം സാധാരണയിൽ കുറയാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ആദ്യഘട്ട പ്രവചനം. ഏപ്രിൽ മുതൽ ജൂൺ വരെ സാധാരണ നില തുടരുമെന്നും അതിനുശേഷം മൺസൂൺ കാലയളവിൽ എൽനിനോ സാഹചര്യം ഉണ്ടാകും, അതുകാരണം അത് കുറയാൻ സാധ്യതയെന്നുമാണ് ഈ ഒരു പ്രവചനങ്ങളുള്ളത്. എൽനിനോ പ്രതിഭാസം രാജ്യത്തെ മൺസൂണിനെ ബാധിച്ചേക്കും. എൽനിനോ പ്രതിഭാസം കാലവർഷം ദുർബലമാകാൻ, പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിൽ അത് ദുർബലമാക്കുമെന്നാണ് സ്കൈമെറ്റ് അടക്കമുള്ളവർ പറയുന്നത്. മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലം പതിവിലും ചൂടാകുന്ന ഒരു സ്വാഭാവിക കാലാവസ്ഥാ രീതിയാണ് എൽനിനോ പ്രതിഭാസം. നിലവിൽ കിഴക്കൻ പസഫിക്കിലെ സമുദ്രോപരിതലത്തിന് താഴെ ശക്തമായ ചൂട് വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും സ്കൈമെറ്റ് വ്യക്തമാക്കി. നമുക്കറിയാവുന്ന പോലെ തന്നെ കാലവർഷം ലക്ഷക്കണക്കിന് ഇന്ത്യൻ കർഷകരുടെ നാഡിയാണ് കാലവർഷം എന്ന് നമുക്ക് പറയാം. കാർഷിക സമൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും നിർണ്ണയിക്കുന്ന തെക്കു പടിഞ്ഞാറൻ കാലവർഷം 2026 ശുഭസൂചനകളോടെയാണ് കടന്നു വരുന്നത്. മാത്രമല്ല പ്രളയത്തിന് സമാനമായ അതിശക്തമായ മഴ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അത് വലിയ ആശ്വാസകരമായി മാറുകയാണ്. ഇനി നമ്മൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം. വരും ദിവസങ്ങളിൽ ഒരു ജില്ലകളിലും മുന്നറിയിപ്പൊന്നുമില്ല. ഗ്രീൻ അലേർട്ട് ഉണ്ട്. ഇന്ന് ഗ്രീൻ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരത്താണ്, കൊല്ലത്തുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴയിലും എറണാകുളത്തും ഇടുക്കിയിലും ഗ്രീൻ അലേർട്ടാണ്. ഗ്രീൻ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ തോതിൽ മഴയുണ്ടാകുമെന്നാണ്. അതായത് ഈ ജില്ലകളിലൊക്കെ ചെറിയ തോതിൽ മഴ കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിലൊന്നും മഴയുടെ അംശം പോലും ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ മഴയുടെയും അതുപോലെ തന്നെ ചൂടിൻ്റെയും ഒക്കെ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് മഴ കിട്ടണമെന്ന ആഗ്രഹം ശക്തമാകുന്നു, മറുവശത്ത് വെയിൽ അധികരിച്ച് ഭയങ്കര ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് കിട്ടുന്ന മുന്നറിയിപ്പുകൾ ഇതൊക്കെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.